കിൻഷിപ്പിലെ അന്തേവാസികളിൽ ആഹ്ലാദം. തങ്ങളുടെ ആഗ്രഹം സഫലീകരിച്ച മന്ത്രിക്കും കിൻഷിപ്പിന്റെ അനുമോദനം. ശരീരം തളർന്നവരുടെ പുരോഗതിക്കായി പ്രയത്നിക്കുന്ന കിൻഷിപ്പിലെ അംഗങ്ങൾ തിരൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി വി അബ്ദുറഹിമാനോടുള്ള ഒരാവശ്യമായിരുന്നു വേടൻ എന്ന പ്രശസ്ത ഗായകനെ കാണാനുള്ള അവസരമൊരുക്കണമെന്ന്. ഇവരുടെ ആവശ്യം അംഗീകരിച്ച മന്ത്രി ശനിയാഴ്ച തിരൂരിൽ പരിപാടിക്കെത്തിയ വേടനെ മങ്ങാട് കിൻഷിപ്പിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ശനിയാഴ്ച വൈകിട്ടോടെ കിൻഷിപ്പിലെത്തിയ വേടനെ തിരൂർ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി വി അബ്ദുറഹിമാൻ, ഗഫൂർ പി ലില്ലീസ്, കിൻഷിപ്പ് ഡയറക്ടർ നാസർ കുറ്റൂർ, ഫൈസൽ, സുധീഷ് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. വേടൻ കിൻഷിപ്പിലുള്ള ശരീരം തളർന്ന് വീൽചെയറിലിരിക്കുന്ന ഓരോരുത്തരുമായി സംവദിക്കുകയും അവരുടെ ആവശ്യപ്രകാരം പാട്ടുപാടുകയും ചെയ്തു. വേടന്റെ പാട്ടുകൾ അന്തേവാസികളെ ആവേശഭരിതരാക്കുകയും ചെയ്തു. നാളെ കര കാണുമോ അതോ ഇരയാകുമോ കടലിൽ വെള്ളത്തിൽ വരച്ചൊരു വരയാകുമോ എന്നേതോ പൊന്നച്ച നീയരിയും കുരലും ശങ്കും എല്ലാവരുടെ പൊന്മകനെ ഞാൻ മോന്തിയ ചാറും ചരവും മധുവല്ലേ പൊന്നച്ച നീ മോന്തിയ മധു നിൻചോര ചുടുചോര പൊന്മകനെ ഞാൻ കിട്ടിയ പൊക്കാളിക്കര ഞാൻ കിട്ടിയ പൊക്കാളിക്കര എങ്ങേ പോയി നല്ലച്ച നീ വാരിയ ചുടുചോറൊപ്പം വെന്തേ പോയി നന്മകനെ അക്കാലം മാമലയോ നമ്മുടതല്ലേ മകനെ കായ കയവും കരയും ആരുടെയും അല്ലൻ മകനെ പുഴുപുലികൾ പക്കി വരുന്നുകൾ കടലാനകൾ കാട്ടുരുവങ്ങൾ പറ്റില്ല. അപ്പൊ നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോ ഇവിടെ വന്നത് നമ്മുടെ പേര് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ടുണ്ട്. അപ്പം അത്രയും രോഗമായിട്ടുള്ള രണ്ട് മനുഷ്യന്മാരാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇതുപോലെയുള്ള ആളുകളെയാണ് നമ്മുടെ സൊസൈറ്റിക്ക് ആവശ്യം. നമ്മളെ കൂടെ നിൽക്കുക, തീർച്ചയായിട്ടും കൂടെ ഉണ്ടാവുന്നുള്ള വിശ്വാസമുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരുടെ സപ്പോർട്ടും പ്രാർത്ഥനയും തീർച്ചയായിട്ടും അവൻ എല്ലാവർക്കും എല്ലാവർക്കും കൂടെ എല്ലാവർക്കും ഉണ്ടാവും. ഒരുപാട് സന്തോഷം. താങ്ക് യു. ഇത്രയും തിരക്കിന്റെ ഇടയിൽ പരിപാടി ഉണ്ടാക്കിയിട്ട് വന്നതിന് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. ശരീരം തളർന്നവരുടെ പുരോഗതിക്കായി പ്രയത്നിക്കുന്ന കിൻഷിപ്പിന്റെ പ്രവർത്തനങ്ങളെ വേടൻ അഭിനന്ദിച്ചു. അത് അപകടത്തിന് സാധ്യത ഉണ്ടാവും. അപ്പോൾ വേടൻ തന്നെ പറഞ്ഞു നമുക്ക് അങ്ങോട്ട് പോകാം. അങ്ങനെയാണ് ഇവിടെ എത്തിയത്. എന്താണ് പറയാനുള്ളത്? ഞാൻ ഭയങ്കര അതീവ സന്തോഷത്തിലാണ്. ഞാൻ ഇപ്പോൾ കാലത്ത് റഹ്മാനിക വന്ന് പറഞ്ഞു നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ നല്ല മക്കൾ കൂടി ഉണ്ട്, അവരെ ഒന്ന് വന്ന് കാണാൻ പറ്റി കഴിഞ്ഞാൽ നന്നായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനിപ്പോൾ എന്താണ് പോവാ. പിന്നെ നമ്മൾ വേറൊരു പരിപാടി ഉണ്ടാക്കിയാണത്. ഇപ്പോൾ വെറുതെ വന്ന് കാണില്ല ചെയ്തത്, നമ്മൾ ഇതിന് നല്ലൊരു ആഘോഷ പരിപാടി ആക്കിയിട്ട് മക്കളെല്ലാവരും കാണാവുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. ന്യൂസ് ടുഡേ തിരൂർ.